എന്തൊരു ബഹുമാനാണ് ചെക്കന്. ഇതെന്താ 18-ാം പടിയോ? അല്ലടാ 19-ാം പടി. കേറി വാ നീ. എന്തൊക്കെ അറിയണം അവന്? ചേട്ടാ ഇവിടെ തിയേറ്റർ വല്ലതും ഉണ്ടോ നമ്മുടെ ലാലേട്ടന്റെ മമ്മൂക്കയുടെ പടങ്ങൾ കാണാൻ? ഇവിടെ നസീർ മരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെയാണ് സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. എന്റെ ഗവി വാട ചെക്ക. ഇതാണോ റൂം? ഈ ക്വാർട്ടേഴ്സ്? ഓ ക്വാർട്ടറുണ്ട്. ഒരെണ്ണം കൂടെ വാങ്ങുകയാണെങ്കിൽ ക്വാർട്ടേഴ്സായി. ആക്കിയതാണല്ലേ? ആക്കിയ പോലെയാണ്. അയ്യോ റേഞ്ച് ഇല്ലേ? റേഞ്ച് മണ്ണാങ്കട്ടയാണ്. അടുത്ത പോക്കറ്റിലിട്ടോ നീ. വല്ല ആനയെ പുലിയൊക്കെ വരും അറിയാം നിനക്ക്. പുലിയാ? പുലി വന്നാ എന്തോട്ടാ ചെയ്യാ? നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ പുലി ചെയ്തോളൂ. ഈശ്വര, അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ ഇനി എന്താ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്താ? ഓ ഇവിടെ പള്ളിയിൽ ഉണ്ടാവില്ല മാത്രമേ ഫോണുള്ളൂ. അത്രയൊക്കെ അത്യാവശ്യമാണെങ്കിൽ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. ഇല്ലേ നാളെ ടൗണിൽ പോയിട്ട് ചെയ്യാം. മദ്യപാനമായിരിക്കും ആണെങ്കിൽ ഒന്നുമില്ല. വെറുതെ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ച് നശിക്കുന്നത്? കമ്പനിക്ക് ഒരാളെ കൂടി കൂട്ടിക്കൂടെ? അതിന് ഇവനും കൂടെ താല്പര്യം വേണ്ടേ? നശിക്കാൻ താല്പര്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്റെ കാശുകൊണ്ട് നീ നശിക്കണ്ട. ഈശ്വര, ഈ മനുഷ്യന്റെ കരള് നശിച്ച് കഴിക്കട നീ. പോകാതെ കാത്തോളേ. ഒടുക്കത്തെ പ്രാക്കാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. നശിക്കാനാവും. അല്ല, ഇത് നമ്മുടെ പുതിയ കണ്ടക്ടർ അല്ലേ? അതെ, ഞാൻ KPSC ചന്ദ്രൻ, കാമ്പുറം അരവിന്ദ് ചന്ദ്രൻ. നാടകങ്ങളൊക്കെ കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പിന്നെ നിന്നെ കണ്ടിട്ടാ വഴിയില്ല. സുഖട്ടാ പ്ലീസ്, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. അതായത് വരൂ, വന്നോളൂ, കുഴപ്പമില്ല. എന്താ ഇങ്ങനെയൊക്കെ? അല്ല, മറ്റൊന്നുമല്ല, ഈ നാടകം ഡെവലപ്പ് ചെയ്യുന്നതിനിടയിൽ ജീവിതം ശ്രദ്ധിക്കാൻ പറ്റില്ല. ബൈ ദ ബൈ, ഒരു 100 rupees ഉണ്ടാവും കൊടുക്കാൻ. അല്ല, 50 രൂപ മതി. അല്ല, അത് ഈശ്വരാ, നോക്കട്ടെ. ഈശ്വരാ, ഭഗവാനെ, ഞാൻ പ്രാർത്ഥിക്കാട്ടോ. പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ പ്രാർത്ഥന ഫലിച്ചു. ഈശ്വരാ, എന്തൊട്ട് അത് മനുഷ്യന്മാരെ. ഈശ്വര, എത്ര ഉറുപ്പിയുടെ പ്രാർത്ഥനയാണ്? 50 100 50. KPAC 11 KPOC ആണ്. എന്ത് ബോഡിയുണ്ടത്? ഒതിയിട്ട് പാടില്ല. അയ്യേ, എന്തൊട്ട് തണുപ്പാ ഇവിടെ. എപ്പോഴും ഇങ്ങനെയാണോ? ഈ മാസം ഭയങ്കര തണുപ്പാണ്. അടുത്ത മാസം വല്ല മാറും. പിന്നെ അങ്ങനെ തണുപ്പോട് തണുപ്പാണ്. -डिग्री സെൽഫിഷ് ആണ്. എന്തായാലും തണുപ്പാണ്. നീ എന്താ നോക്കത്താത്ത ഒറ്റയ്ക്ക് കണ്ണു നട്ടിരിക്കണത്? ഹേയ്, ഒന്നുമില്ല. വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാണെന്ന് ഓർത്തപ്പോ ആദ്യമായിട്ടാണേ. വിഷമിക്കണ്ട നീയേ, കുറെ കഴിയുമ്പോ ശരിയായിക്കോളൂ. ഇന്ന് ഇത്തിരി നേരത്തെ ഞാൻ കട പൂട്ടി. നമ്മുടെ പണിക്കിരേട്ടൻ്റെ അവിടെ കെട്ടുന്നതാ. അവിടെ വരെ ഒന്ന് പോണം. ഇന്നാ നിങ്ങൾക്കുള്ള ചോറ്. ഇതാണല്ലേ പുതിയ കണ്ടക്ടർ. വേണുമാഷ് കടയിൽ വന്നപ്പോ പറഞ്ഞു, എന്താ മോന്റെ പേര്? ഇരവി. ഇത് മോളായിരിക്കും. മോളാണ്, പേരില്ലാത്ത SLC ആണ്. എന്താണ്? അതാണ് നിങ്ങളുടെ കേട്ടുകാരല്ലേ പറഞ്ഞ് പോവാൻ നോക്ക്. എന്താണ്ടാ നോക്കണ? വാ നീ. നേരം പുലർച്ചെ എണീക്കടാ. കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടോ അമ്മ. അമ്മയുടെ പുന്നാരമ്മ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? എണീക്കേ. വാ. നേരം വെളുത്തില്ലല്ലോ. നേരം വെളുത്ത പിന്നെ വെളുക്കിരിക്കാൻ പറ്റില്ല. നാട്ടുകാർ എണീക്കുമ്പോ വരാൻ നോക്ക്. ഇയാൾക്കിത് പ്രാന്തുണ്ടോ? നേരം വെളുക്കുന്നതിന് മുമ്പ് തണുപ്പത്ത് മനുഷ്യനെ. പേടിച്ചിട്ടൊന്നുമല്ല, എല്ലാത്തിനും നേരം കാലക്കില്ലേ. അപ്പൊ എല്ലാരും അറിയിച്ചിട്ട് ഒരു താലി കിട്ടും ഞാൻ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. എന്താണ്ട് നീ അങ്ങനെ പറയണം? ഡാമി നായോട് വെള്ളം എടുത്ത് വരുമ്പോ നേരം വെളുക്കും. നിങ്ങൾ വന്നൊരു മൂത്തം കൊടുക്കട്ടെ. ഞാൻ അല്ല, ഊണ് കഴിക്കണം. എന്താണ് എന്താണ്ടാ ചിരിക്കണേ? ഒന്നുമില്ല. ഇത് ഈ കൊച്ചിന്റെ അച്ഛനറിഞ്ഞുള്ള പൂരം ഓർത്ത് ചിരിച്ചതാ. ഇഷ്ടാ. എന്റെ അമ്മ എന്നെ കൊണ്ട് വയ്യ. ഒന്ന് പോടച്ചക്ക. ഇന്നലെ വന്ന നീ പറഞ്ഞ വിശ്വസിക്കാണ്. നിന്ന് കളിക്കാണ്ട് ചായ കുടിക്കാൻ നോക്ക്. ഒരു സംശയം. എന്താണ്? അല്ല, ഈ റേഡിയേറ്ററിൽ മദ്യമൊഴിച്ച് വണ്ടി ഓടിക്കുന്നത് ഡിപ്പോയിൽ അറിഞ്ഞാൽ ഡ്രൈവറിന്റെ പണി പോകുമോ? കണ്ടല്ലേ നീ? മോളെ,
കൊച്ചിന്റെ അച്ഛൻ വരുന്നത് ഞാൻ പറയട്ടെ പ്ലീസ്. എന്താണ് രണ്ടാളും കൂടി കാലത്തെ നാടകം കളിക്കുന്നത്? ഞങ്ങള് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാണ്. എന്താണ് മാർഗോട്ടാ, ഇന്ന് ഇച്ചിരി കുറവാ കേട്ടോ. പശുവിന് എന്നാന്നറിയില്ല വേനക്കേട്, നല്ലോണം അങ്ങ് ചൊരത്തുന്നില്ലെന്നേ. ചവിട്ടിക്കാരായിട്ടുണ്ടാവും. അത് കണ്ടക്ടർക്ക് ഞങ്ങളുടെ നാടകം ഇഷ്ടമായോ? അതിന് ഇന്നലെ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ അല്ലേ കണ്ടക്ടറെ? ഇനി ഇവിടുന്ന് ശരിയാന്ന് തോന്നില്ല. ശരി പറട്ടെ. എന്നാ മാർഗോട്ടാ. ഏയ്, നീ ഇതെന്താണ് എന്റെ പിന്നാലെ നടക്കുന്നത്? ഏതെങ്കിലും മുക്കിൽ വിട്ട് കാര്യം നടത്താൻ നോക്ക്. കാര്യോ? എന്തൊട്ട് കാര്യം? കല്യാണ കാര്യം. അതിനാണല്ലോ പുറത്തേക്ക് ഇവിടെ വന്ന്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് വെളിക്കിരിക്കാൻ നോക്ക്. അപ്പൊ ബാത്റൂമോ? തേങ്ങാക്കൊലകൾ ഇതൊക്കെ തന്നെയാണ് ബാത്റൂം. എന്താണ് വെള്ളമോ? ദാ കിടക്കുന്ന ഡാം അങ്ങനെ തന്നെ പോരെ നിനക്ക്. അച്ഛാ, എന്താണ് പെട്ടെന്ന് ഹിന്ദി? ഞാൻ എന്റെ അച്ഛനൊന്ന് വിളിച്ചതാണ്. അച്ഛനമ്മയെ വിളിച്ചോണ്ട് നേരം വെളുക്കും. അവരെവിടെ പോയി ഇരിക്കാൻ നോക്ക്. എവിടെ ഇരിക്കും? എന്റെ തോളത്തിരിക്കും. ഇത് എന്ത് പൊട്ടനാണത്? പിന്നെ ആദ്യം വിളിക്കിരിക്കാൻ പോവാണ്. അങ്ങോട്ട് മാറിയില്ല. ഞാനിങ്ങനെ വെറുതെ ഇതുവഴി പോയപ്പോ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടാവോ? ഏയ്, ഒരു ദിവസം വൈറ്റ് ചെയ്യുന്ന പോലെ നേരത്തെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഈശ്വര, ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഈ വെള്ളത്തിനൊരു ലേസ് വെച്ചിട്ടുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ്ടാ ഇതേതാ പുതിയ വിത്ത്? പുതിയ കണ്ടക്ടറാണ്. എന്താടാ ഭദ്ര വെളുപ്പംകാലത്ത് ഡാമില്? ഇന്നലെ ഇട്ട് വെച്ചതാ, രണ്ടുമൂന്നെണ്ണം കൊളുത്തി. പേടിക്കണ്ട, ഈ ഒച്ചപ്പാടും ബേളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു പാവാ. ഒരാള് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നപ്പോ ഈ ഡാമും പരിസരവും ഒക്കെ അവന് സ്വന്തം വീട് പോലെയാ. അവന്റെ അച്ഛൻ ഈ ഡാമിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു. അയാൾ ഈ ഡാമിൽ ചാടി ചത്തത് പിന്നെ ഇവനാണ് ഈ ഡാമിന്റെ എല്ലാം മേൽനോട്ടക്കാരൻ. മാഷ് എന്താണ് കാലത്ത് തന്നെ? പറമ്പിൽ കുറച്ച് ദിവസമായിട്ട് കാട്ടുപന്നികളുടെ ശല്യം. ഏലത്തിന്റെ ചോട് മുഴുവൻ കുത്തിയിളക്കി ഇട്ടിരിക്കുക. അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, കണ്ടക്ടർക്ക് തണുപ്പത്ര ശീലയില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്ത് തണുപ്പ്? എന്നോടാ കളി? ഞാൻ ഇന്ന് എന്നെ തണുത്ത് മരിക്കും. ആദ്യമായിട്ടാണ്. ഈ കൊല കൂടെ ഭദ്ര നന്നായിട്ട് കെട്ടിക്കാൻ നീയേ. ഇല്ലി ചോരിറങ്ങുമ്പോ കൊക്കയിലെല്ലാം കൂടെ പോസ്കനെ പോകും. ഞാൻ പറഞ്ഞില്ല. വേഗം വെച്ച് കെട്ടണേ. ഒരു പണിയില്ലേ തൊള്ളവർക്ക് അവിടെ കാണാൻ പോയിരിക്കും. ആ, അത് ഞാൻ. നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞ നടക്കണ്ട, എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പ വേർക്കും. എന്തായാലും നീ കല്യാണം കഴിക്കാൻ നന്നായി. ഈ നാട്ടുകാർ വേർത്തേനെ ഒറ്റ അടിയാണ് തരുന്നത്. കല്യാണം കഴിച്ചാൽ അങ്ങനെ കുഴപ്പമില്ല. ആ, ഭരണി പാട്ടിനുള്ള സമയം എല്ലാരും ചെവിയിൽ വരല്ലോ വെച്ചോ. ചെവിയിൽ മാത്രമല്ലടാ നിന്റെ ചാൻ പിന്നല്ലാതെ. ഈശ്വര, ഈ വെളിവില്ലാത്തവനായിരുന്നോ? അതാ വന്നു നിന്റെ മാതിരി വേർപ്പിന്റെ അസുഖമുള്ള ആൾ. പൂർത്തിയായി. ഈ പീതാംബരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഈ ഒരുത്തന്റെ അധ്വാനം കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ ബസ്. ബസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതോ വെറും 6 വോട്ട്. അതിൽ 5 വോട്ടും അസാധുവാ. നിന്റെ വീട്ടിലൊരു അസാധുരിപ്പുണ്ടല്ലോ, അയാളോട് പറയണം. എനിക്ക് വോട്ട് ചെയ്യാത്ത ഒരൊറ്റ നായിന്റെ മോന്മാരും ഈ ബസ്സേ കയറി ഞെളിഞ്ഞിരിക്കാമെന്ന് നോക്കണ്ട. രാവിലെ തന്നെ KSRTC അപ്പന്റെ വകയാണ്. പുതുതായി വന്ന കണ്ടക്ടർ നാരമോനോടും പറഞ്ഞേക്ക് കളി പീതാംബരനോട് വേണ്ടെന്ന്. ഓ അല്ല, രണ്ടാളും കൂടി ഇതെങ്ങോട്ടാ? ദേ ഇങ്ങോട്ട് കയറിക്കോ. നമ്മുടെ വണ്ടിയിൽ തോണ്ടലും തലോടലും ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്ന് പോടാ. ഓടി കാലത്ത് തന്നെ ഇറങ്ങിക്കോളും. ഇവന് വേറെ പണിയൊന്നുമില്ല. കാരണവരെ ടൗണിലേക്കാണെങ്കിൽ താനീ വണ്ടി കയറിക്കോ. ആ പാട്ട വണ്ടി എത്തുന്നതിന് മുമ്പ് ഇതെത്തും. എനിക്ക് സെമിത്തേരിയിലേക്കല്ല പോണ്ടത്,
ടൗണിലേക്കാ. താനൊന്ന് പോണതൊന്ന് കാണണല്ലോ. കളവാ സെബാസ്റ്റിനെ കളിയാക്കി താനെ വണ്ടി പോടോ. ഓടോ താൻ. ഏത് വണ്ടി കയറണം ഞാൻ തീരുമാനിച്ചോളാം. അന്ന് കേറോ കേറോ. എന്നെ വിട് സെബാസ്റ്റ്യ. അവൻ രാവിലെ തന്നെ തുടങ്ങി വെച്ചു സുഖേട്ടാ. ഇവൻ എന്തായി കാണിക്കണേ? എവിടേക്കാ അങ്ങോട്ടൊന്നും പോണ്ടത്? അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 4 മാസം തൂക്കമാട്ടെ. പാട്ട് കേട്ടില്ലേ നീ? എന്നാലും അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. എന്ന് പിടിച്ചേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നീ ആരെ? ദൈവത്തിനെ അല്ലാണ്ട് ആരെയാണ്? ഈശ്വര സുഖേട്ടൻ ഇന്ന് എന്തെങ്കിലും ഇവിടെ നടക്കും. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്തിനാ വെറുതെ ഒരു കശപിശ? അയ്യേ, ഇതിനാണ് ഇവൻ ബാഗ് നിന്ന് പോയത്. നമ്മളൊക്കെ വണ്ടിക്കാരല്ലേ, ഈ പാവത്തിന് അങ്ങോട്ട് വിട്ടു. മാറിക്കടാ. ഇയാൾ ഈ വണ്ടി കയറണ്ട. വീട് സഭാസ്റ്റ ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പന്റെ പ്രായമുള്ള ആളല്ലേ. സാറൊന്ന് ചുമ്മാ പേടിപ്പിച്ചു വിട്ടാ മതി. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നിർത്തടോ. എന്താണ് സാറേ? അങ്ങോട്ട് മാറ്റി നിർത്തടാ. എന്താണ് കാര്യം? അങ്ങോട്ട് മാറ്റി നിർത്താൻ. ഓ, എന്താ സാറേ കാര്യം? ഏതാടി കല്യാണി? ആ, ഇറങ്ങി വാ. മോളൊന്ന് ഇറങ്ങി വന്നേ. എന്താണ്? നീ ആള് കൊള്ളാലോ. ഇവിടെ കണ്ട ഏത് സായിപ്പും വീണു പോവും അല്ലടോ. സ്ത്രീകളോട് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. റിസോർട്ടിൽ വരുന്നവരെ കണ്ണും കൈയും കാണിച്ച് മയക്കി വീട്ടിൽ കൊണ്ടുപോയി നീ നിന്റെ തള്ളയും കൂടി എന്തോ കച്ചവടമാണ് നടത്തുന്നേ. പറയടി. അതെ സാറേ, ഈ കൊച്ചു എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറി വൃത്തിയിട്ട ഡയലോഗ് അടിക്കണത്? നീ പോലീസുകാരെ നിയമം പഠിപ്പിക്കുന്നു? അറിയില്ലെങ്കിൽ പഠിക്കണം സാറേ. ഇല്ലെങ്കിൽ ചിലപ്പോ നാട്ടുകാർ പഠിപ്പിക്കും. ഈ കൊച്ചിന്റെ പേരിലുള്ള പരാതി എന്താ? വീട്ടിൽ ഹോം സ്റ്റേ നടത്തണോ? എന്റെ പൊന്ന് സാറേ, സർക്കാർ വരെ ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കണ കാല. ഈ കൊച്ചൊരു പരാതി കൊടുത്താലേ തൊപ്പി പണോ വഴിയറിയില്ല. നീ ആരാ കഴിവറ മോനെ? കണ്ടക്ടർ ടിക്കറ്റ് കയറിയാ മതി. വാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ നോക്കണ്ട. വീട് സാറേ, ഒന്നുമില്ലെങ്കിലും നമ്മള് രണ്ടാളും കാക്കിയിട്ട സർക്കാർ ജീവനക്കാരല്ലേ. കണ്ടക്ടർ പറഞ്ഞത് നേരാ സാറേ. കല്യാണം ചെയ്ത തെറ്റെന്നാന്ന് സാറ് പറ. അത് ശരിയാ. ഈ കൊച്ചു ചെയ്ത തെറ്റെന്താന്ന് പറ സാറേ. സാറേ പുതിയ ആളാണ്, അതുകൊണ്ടാണ് വിട്ടുകളാ സാറേ. നിന്നെ ഞാൻ എടുത്തോളാം. ഓ, നീ എങ്ങനെയാ ഇതൊക്കെ പഠിച്ചു? ഇതല്ല എന്റെ ഒരു സ്കില്ല്. വണ്ടിയുടെ ഇഷ്ട. ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? പോണ്ടേ? വണ്ടി കയറോ? ആ വണ്ടി പോട്ടെ. നീ വന്നില്ലേ? ഇല്ല, ചേച്ചി പോയിക്കോ. അപ്പൊ ശരി, നാളെ കാണാം. അതെ, താങ്ക്സ് ട്ടോ. എന്തുട്ട്? അല്ല, താങ്ക് യൂന്ന്. താങ്ക് യു. എന്തിനു? നേരത്തെ പോലീസുകാർ വന്നപ്പോ. അയ്യേ, എന്താ കുട്ടി ഇത്? ഇങ്ങനത്തെ സില്ലി മാറ്റേഴ്സിനൊക്കെ താങ്ക്സ് പറയാന്ന് വെച്ചാ ഇതൊക്കെ വെറും ചീള് കേസല്ലേ? കമ്മീഷണറും ഡിവൈഎസ്പി ആയിട്ടാണ് നമ്മുടെ ഒരു ബന്ധം. കുട്ടിക്ക് ഒരു കാര്യം അറിയും, ഞങ്ങളുടെ നാട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്തിന് ചെറിയൊരു മോഷണം ഉണ്ടായാൽ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെയാണ് വിളിക്കാറ്. അതിപ്പോ ഈ നാട്ടിലും അങ്ങനെ തന്നെയാ. മോഷണം നടന്ന കള്ളന്മാരെ സ്റ്റേഷനിൽ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും, പക്കനിട്ടുണ്ട് കുത്തും. അതിലിപ്പോ എന്താ അത്ര കാര്യം? ബോധം വന്നോ? ഒരു സെക്കൻഡ്, ഒന്ന് വരും. വേറെ ആരോടും പറഞ്ഞ് നാട്ടിക്കുകയും ചെയ്യരുത്. സമ്മതമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണം. കാര്യം പിടികിട്ടി. ഇതിനാണോ കണ്ടക്ടർ ഇത്രയും ചുറ്റി വളഞ്ഞത്? കണ്ടക്ടർ നാളെ മുതൽ ധൈര്യമായിട്ട് വന്ന് വീട്ടിലെ ബാത്റൂമിൽ നിന്ന് അലക്കം കുളിയൊക്കെ കഴിച്ചോളൂ കേട്ടോ. അതല്ല, ഞാൻ തന്ന 10ന്റെ നോട്ടിലൊരു കാര്യം. ആ 10ഉം പോയി. തനിക്കുള്ള തരാട്ടാ. ഓ, ഈ ബാത്റൂം കണ്ടുപിടിച്ചവനെ ചവിട്ടി കൂട്ടണം. ഇതാണ് കയ്യിലിപ്പിക്ക് അവർ ബാത്റൂമിലിട്ട് ചവിട്ടി കൂട്ടും. ആ 10 പോയാൽ എന്താണ് ഒരു ആപത്ത് വരാൻ? എന്താണ് പക്ഷെ ജീപ്പൊക്കെ ആയിട്ട്? ചുളുവിന് കിട്ടിയപ്പോ വാങ്ങിച്ചത്. എങ്ങനെ? മഹീന്ദ്രനാണല്ലോ. ഏതാ മോഡല്? 99.
കുറച്ച് ഓടിയിട്ടുള്ളൂ. ചെലവുണ്ടിട്ടാ മാഷേ. ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേഷം അറിയിച്ചു. എന്റെ കർത്താവെ വീണ്ടും മദ്യപാന. എന്റെ കാര്യം പോക്ക. ഞാനേ പള്ളിയിൽ പോയി അച്ഛന് മരുന്ന് കൊടുത്തിട്ട് അവിടെ നിൽക്കാം. ഞാൻ റെഡി മാഷേ. ഉണ്ട്. പിടിച്ചിരുന്നോളേ, ആണിയൊക്കെ തുരുമ്പിച്ചതാ. മരുന്നെത്തിക്കാൻ വൈകിയോ? ഒടുക്ക എല്ലാം കൂടി പൊട്ടിപ്പൊളിഞ്ഞ് വീണാലേ പള്ളി പൊളിച്ചോന്നും പറഞ്ഞ് സത്യക്രിസ്ത്യാനികൾ എല്ലാരും കൂടി നിന്നിട്ട് പെരുമാറും. പറഞ്ഞേക്കാം. അച്ഛൻ കൈവിട്ടു പോയി. അച്ഛോ. താനായിരുന്നു. മരുന്നിന്റെ ചീട്ടും കൊണ്ടുപോയിട്ട് ആഴ്ച ഒന്നായല്ലോ. ഈ മരുന്ന് എല്ലാ കടയിലും കിട്ടാനില്ല. ഒരുപാട് കറങ്ങിട്ടാ കിട്ടിയത്. അതെങ്ങനെയാ? ഇപ്പൊ എല്ലാം കമ്മീഷനല്ലേ. ഓരോ ഡോക്ടർമാരെ കുറിച്ച് തരുന്ന മരുന്ന് അവരുടെ അടുത്ത കടയിലേ കിട്ടൂ. എന്താച്ചോ കറണ്ട് ഇല്ലേ? പഴയ വയറിംഗ് അല്ലേടോ, എന്തോ ഷോർട്ടായതാ. റിപ്പയർ ചെയ്തോണ്ടിരിക്ക. കഴിഞ്ഞില്ലേടാ? കഴിഞ്ഞോ? ആ അയ്യേ, ഇവനായിരുന്നു മോളില്. അച്ഛനാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, കുറച്ച് ധൃതിയുണ്ട്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കണ്ടട്ടെ, നിക്കോ, ഞാനുണ്ട്. അച്ഛൻ ഞാൻ പോവാ. നിക്കടാ, നിനക്ക് കാശ് വേണ്ടേ? അച്ഛൻ മണ്ടാർത്ത് ഇട്ടേര്. ഓ വറുതിയിലും മെല്ലെ തിരിനീട്ടിയുണരുമൻ ആഷാഢസന്ധ്യതൻ ഒളിവിളക്കായി കവിൾ പാതി കൂമ്പി കരൾ നൊന്തുവാടി നീ മഞ്ഞിന്റെ മറവിലൂടലിഞ്ഞു പോകും പെണ്ണേ. അയ്യോ, നീ മഞ്ഞിന്റെ മറവിലൂടലിഞ്ഞു എന്താടാ ഭദ്ര, ഇനി നിനക്ക് വല്ല പ്രേമമുണ്ടോ? അവന്റെ ഒരു ചിരിയാട്ടില്ലേ? നല്ല മഴ വരുന്നുണ്ടല്ലോ. മഴ ഉത്സവം കൊളവാക്കോ? കരിനാക്കെടുത്ത് വളക്കല്ലേ. ഇത്തവണത്തെ ഉത്സവത്തിനെങ്കിലും എന്റെ നാടകം ഒന്ന് തകർക്കണം. അത് നാട്ടുകാർ നടത്തും. അയ്യോ, ദേ മഴ മഴ. ഭദ്ര, എല്ലാവരും തന്നെ വണ്ടിയിൽ മാത്രം വെച്ചോ. വേഗം. അതും കെട്ട് മലരേ എവിടെയെങ്കിലും കൊണ്ട് കിടത്താനെ. മലരേ പുനരൂ വേഗം ഏയ്, എന്തൊരു മഴയാണത്. കുടിച്ച് പറ്റും പോയി. ഓ, ഇനി ഇവിടെ ഇരിക്കുന്നതും കൂടെ മോന്താനായിരിക്കും. ഏയ്, ഒരു ലേശണ്ട. എന്താ പറ്റി? വേണു മാഷ്ട പറ്റിയതാണല്ലോ. എന്താ മാഷെ, എന്തു പറ്റി? എന്റെ മോള് ജനലിന്റെ അടുത്ത് ആരെയോ കണ്ടു. അവള് ബഹളം വെച്ചപ്പോ അവൻ ഓടിക്കളഞ്ഞു. വല്ല കളനോറ്റായിരിക്കോ? വെറുതെ തോന്നിയിരിക്കും പക്ഷേ. അവള് കണ്ടതാന്നേ. പോയിക്കോണം.